ഹായ് ഓൾ, ACR എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA കോഴ്സിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 4 മൊഡ്യൂളാണുള്ളത്. 4 മൊഡ്യൂളിലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. സോ ഈ ഏരിയാസ് മാത്രം അല്ലെങ്കിൽ ഈ ഏരിയാസിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ എന്നല്ല, പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കാതെ എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യുമ്പം നോക്കേണ്ട കുറച്ച് ഏരിയാസാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക. ദെൻ ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഡിഫറൻസസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ 7 C's ആൻഡ് 5 A's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ലാസ്റ്റ് ഇയറിൽ 7 C's ആണ് ചോദിച്ചത്. സോ ഈ ഇയറിൽ ചിലപ്പം 5 A's ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 7 C's തന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ലാസ്റ്റ് ഇയർ ചോദിച്ചാണ്. സോ ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ചോദിക്കാൻ ചാൻസ് വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇത്ര ഏരിയാസ് ഫസ്റ്റ് മൊഡ്യൂളിൽ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അത് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഏരിയാസാണ്. അതുകൊണ്ട് അതിൽ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. പിന്നെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നതായിരിക്കും. വേരിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ടാണെങ്കിലും അതൊക്കെ നമുക്ക് ജനറലായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. പക്ഷെ നോക്കി വെക്കേണ്ടത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒന്ന് നോക്കി വെക്കുക. ദെൻ തേർഡ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് മൊഡ്യൂളിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. SEO ആൻഡ് SEM എന്താണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അതിൻ്റെ ഡിഫറൻസസും സിമിലാരിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടൂൾസും, SEOയുടെ ടൂൾസ്, SEMൻ്റെ ടൂൾസ് പഠിച്ചു വെക്കുക. ദെൻ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പം ഫോർത്ത് മൊഡ്യൂൾ ഇമെയിൽ മാർക്കറ്റിംഗ് ആണ്. ഇവിടെയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് പാർട്ടിലായാലും സെക്കൻഡ് പാർട്ടിലായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഇമെയിൽ മാർക്കറ്റിംഗ്. എന്താണ് ഇമെയിൽ എന്ന് ചോദിക്കാം. ദെൻ ടൈപ്സ് ഓഫ് ഇമെയിൽസ് ചോദിക്കാം. ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ആൻഡ് ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇൻബൗണ്ട് അല്ലെങ്കിൽ ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ്. ദെൻ ഓട്ടോമേഷൻ ഇൻ ഇമെയിൽ മാർക്കറ്റിംഗ് എന്താണ്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടുന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ അല്ലാത്ത കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ആ ഏരിയാസ് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. സോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്